ഒന്ന് ജസ്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് പതുക്കെ കട്ട് ചെയ്തെടുക്കുക, സ്റ്റോപ്പ് ചെയ്യുക. ഇതിനെയാണ് കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറയുക. അത് എഗ് ബീറ്റർ വെച്ച് ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നമുക്ക് കുറേ ടൈം വേസ്റ്റാണ്. അതുകൊണ്ടാണ് എഗ് ബീറ്റർ വെച്ച് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഈ ബട്ടർ മിൽക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഫ്ലോർ ജസ്റ്റ് ഇതിൻ്റെ സ്പൂൺ അവിടെ ഇതിലത്തെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കൂട്ടിയിടരുത് കേട്ടോ ഇടുമ്പോൾ. എന്നിട്ട് ബീറ്റ് ചെയ്ത് ഫസ്റ്റ് മോഡിലിടുക. ഒരുപാട് താഴോട്ട് ഇറക്കാതെ പതുക്കെ എല്ലാ ഫ്ലോറും മിക്സ് ആവത്തക്ക ഫസ്റ്റ് മോഡിലിട്ട് ഒരുപാട് തിരക്ക് കൂട്ടാതെ മിക്സ് ചെയ്യുക. ഈ സെൻറ്ററിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, പൊക്കിയെടുക്കുക. വീണ്ടും ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ബട്ടർ മിൽക്ക് ഇതോടെ തീരട്ടെ. ഫ്ലോർ ബാലൻസ് ഉള്ളപ്പോൾ ഇത് തീരണം കേട്ടോ. ലാസ്റ്റ് ഫ്ലോർ ഇട്ട് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ബട്ടർ മിൽക്ക് ഒഴിക്കണ്ടേ. ഉള്ള സ്പൂൺ ഇവിടെ മോളെ അങ്ങോട്ട് കൊക്കോ പൗഡർ നമ്മൾ 5 ഗ്രാമല്ലേ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്ത്. കുടഞ്ഞ് ഫ്ലോർ ഇട്ട് കൊടുക്കുക. ബീറ്റ് ചെയ്യണം. ഒരുപാട് ടൈം എടുക്കരുത്. 2 or 3 പ്രാവശ്യമായിട്ട് തന്നെ ഫ്ലോർ ഇട്ട് തീർക്കണം. ഒരുപാട് ആ എഗ്ഗിൽ വെച്ച് ഇങ്ങനെ കളിക്കരുത് കേട്ടോ. 2-3 പ്രാവശ്യം കൊണ്ട് ഫ്ലോർ ഇട്ട് തീർക്കണം നിങ്ങൾ.